ഉപവാസത്തിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാനിൻ്റെ 1/3 ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹീതമായ ദിവസങ്ങളുടെ 1/3 കഴിയുന്ന ദിവസം ബഹ്റൈൻ്റെ നോമ്പിൻ്റെ 10ാമത്തെ ദിവസവും ഏഷ്യ ബഹ്റൈൻ 10ാമത്തെ ദിവസം നിങ്ങളുടെ മുമ്പേ എത്തിപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനികളെ, റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രാർത്ഥനകൾ അതിലുണ്ടെങ്കിലും ഒരുപാട് ദുസ്വഭാവങ്ങളെ ഉപേക്ഷിക്കുക, ഒരുപാട് സൽസ്വഭാവം പഠിക്കുക എന്നുള്ളതാണ് റമദാനിൻ്റെ മുഖ്യ ഉദ്ദേശം. ഇന്ന് നമ്മളുടെ വിഷയം പരിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ തന്നെ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. പ്രവാചകൻ പറഞ്ഞു, രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥന നീ പടച്ചവനോട് ചോദിക്കണം. എന്താണ് പറയുന്നത്? അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ എന്നെ നീ കാത്തുരക്ഷിക്കണേ. അത്രയ്ക്ക് ഗൗരവമായ ഒരു വിഷയമായിട്ട് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന വിഷയമാണ് അസൂയ. എന്താണ് അസൂയ? ഹസദ് എന്ന അറബിയിൽ പറയും, ഇംഗ്ലീഷിൽ ജലസ് എന്ന് പറയും, തമിഴിൽ പൊറാമ എന്ന് പറയും. പക്ഷേ ഇത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് അന്യരിൽ കാണുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകണമെന്ന് ഹൃദയത്തിൻ്റെ ഉൾഭാഗത്തുണ്ടാവുന്ന, നമ്മളെ അറിയാതെ തന്നെ ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് അസൂയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വേറൊരു കച്ചവടം കാണുമ്പോൾ, ഇവനിക്ക് കച്ചവടം, ആ ഹൃദയം അതവനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അസൂയക്കാരാരായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ന അഹ്സദന്നാസി അഹ്ലക വഖറബായിക. ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ഒരു ഡോക്ടർ വേറെ ഡോക്ടറെ അസൂയപ്പെടും, ഒരു തൊഴിലുകാരൻ ആ തൊഴിലുകാരനെ അസൂയപ്പെടും. കുടുംബങ്ങൾ തമ്മിൽ ഏറ്റവും അടുത്തവരായിരിക്കും അസൂയപ്പെടുന്നത്. അവരാണ് കമ്പയർ ചെയ്യുക. അവൻ്റെ വീടോ, എൻ്റെ വീട്, എൻ്റെ വീട്ടിന് എൻ്റെ വീട്ടിനേക്കാളും എന്താണ് ഇത്ര മെച്ചം? അതായത് മനസ്സിൻ്റെ, പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിൻ്റെ ഉള്ളിൽ ആ നന്മ ഇല്ലാണ്ടായി പോകണം എന്നുള്ള ആഗ്രഹമാണ് അസൂയ. ഇതൊരു വലിയൊരു രോഗമാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, രാവിലെയും വൈകിട്ടും പടച്ചവനോട് ചോദിക്കണം. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ, അതായത് പിസ്റ്റളുള്ളവൻ ചുടുമ്പോൾ. കാരണം അസൂയക്കാരൻ്റെ ഹൃദയം ആ കണ്ട വിഷയത്തിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അവനിക്ക് വീടല്ലേ, അവൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ. ഇത് വലിയൊരു രോഗമാണ്. പ്രവാചകൻ പറഞ്ഞു, ഹൃദയത്തിൽ കള്ളുകുടിക്കണമെന്ന് കരുതിയാൽ അത് പാപമായിട്ട് എഴുതപ്പെടില്ല. പക്ഷെ ഹൃദയത്തിൽ അസൂയയുണ്ടെങ്കിൽ അത് പാപമാണ്. അത് അവൻ്റെ സൽക്കർമ്മങ്ങളെ കാന്നെത്തുന്നു. അതെ, അസൂയുള്ളവൻ നല്ലവനായിരിക്കില്ല. അസൂയുള്ളവൻ മറ്റുള്ളവൻ്റെ നന്മയിൽ അവനിക്ക് ആഗ്രഹമുണ്ടായിരിക്കില്ല. മാത്രമല്ല, അസൂയയുള്ളവൻ രോഗിയായി മരിക്കും. മൻ റാഖബ നാസ മാത മഹ്മൂമൻ അലൈ. ജനങ്ങളെ നോക്കുമ്പോൾ അവനിക്ക് പീഡിക, അവനിക്ക് വീട്, അവനിക്ക് കാറ്, ഇതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ ഭാരമാവുകയും ഇതൊരു അറബി പഴഞ്ചൊല്ലാണ്. മൻ റാഖബ നാസ മാത മഹ്മൂമൻ അലൈ. ജനങ്ങളുടെ നന്മകളെ നോക്കി അതിൻ്റെ പുറകെ നടന്നവൻ ഹൃദയം പൊട്ടി മരിക്കും. അങ്ങനത്തെ ഒരു അസുഖമാണ്, അങ്ങനത്തെ ഒരു രോഗമാണ്, അങ്ങനത്തെ ഒരു ദുസ്വഭാവമാണ് അസൂയ. അത് നമ്മൾ ഉപേക്ഷിക്കും.